ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എങ്ങോട്ടാണ് ഈ നട്ടുച്ചക്ക്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ബിക്കോസ് ഞങ്ങൾ ഇതാ വണ്ടൂർക്ക് പോവാണ് കേട്ടോ. അപ്പം എന്നെ പറ്റി ബസ് കയറ്റി തരാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടാക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ശുഭദിനമായതുകൊണ്ട് തന്നെ ഒരു ബസ് മിസ്സായി. പിന്നെ അടുത്ത ബസ്സിൽ വന്ന് കയറിയിട്ടോ കുറച്ച് നേരം ഒരു 20 മിനിറ്റോളം നിന്നിട്ടാണ് എനിക്ക് ബസ് കിട്ടിയത്. എന്താ ബസ് കയറി. അപ്പോൾ വണ്ടൂർക്കാണ്ട് പോകുന്നത്. കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ട്. കാരണം വീട്ടിൽ വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ വണ്ടൂരിലെത്തി. എനിക്ക് ഭയങ്കര ചമ്മലുണ്ട് കേട്ടോ ഈ ഫോണും പിടിച്ചിങ്ങനെ നടക്കാൻ. അതുകൊണ്ട് ഞാൻ ഫോണൊരു വേറെ വിധത്തിലൊക്കെ വെച്ചിട്ടാണ് നടന്നത്. അത് മാറുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഫോണിങ്ങനെ കുഴുങ്ങുന്നത് ഞാൻ നടക്കുന്ന നേരത്ത്. ആരും അറിയാനും പാടില്ല ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. എന്നാൽ എനിക്ക് വീഡിയോ എടുക്കും വേണം, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇങ്ങനെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ കാഷ്വൽ വെയേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സുകളൊക്കെ. അപ്പോൾ കട ഇതാണ്. അപ്പോൾ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പുതിയ കളക്ഷൻസൊക്കെ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അത്രയ്ക്കില്ലായിരുന്നു, ബട്ട് ഇപ്പോൾ കുറേ ഉണ്ട്. ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ സിസ്റ്ററിനും മൂന്നാമത്തെ സിസ്റ്ററിനും കിട്ടി, എനിക്ക് ഒഴിച്ച്. അപ്പോൾ എനിക്ക് പാൻ്റായിരുന്നു കേട്ടോ വേണ്ടിയിരുന്നു, ജീൻസിൻ്റെ പാൻറ്റൊക്കെ. പക്ഷേ ജീൻസിൻ്റെ പാൻറ്റ് അവിടെ അധികം വലുതൊന്നും ഞാൻ കണ്ടില്ല, എനിക്ക് ഇഷ്ടമായതൊന്നുമില്ല. അത്ര കുറച്ച് കളക്ഷൻസ് ഉള്ളൂ. ആകെ 4-5 പാൻറ്റേ ഉള്ളൂ കേട്ടോ അവിടെ എനിക്ക് പറ്റിയത്. ഞാൻ ഒരു ബാഗി പാൻറ്റ്സ് പോലത്തെ അങ്ങനത്തെ ഒരു പാൻറ്റാണ് ഞാൻ നോക്കിയത്, ബട്ട് അതൊന്നും അവിടെ അല്ല. അപ്പോൾ ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വന്നു. അപ്പോൾ അതാട്ടോ അവിടുത്തെ കളക്ഷൻസൊക്കെ നമുക്ക് ലേഡീസിന് മാത്രമൊന്നുമല്ല ജെൻസിനും ഉണ്ട് കേട്ടോ. അടിപൊളി കളക്ഷൻസാണ്. നമ്മൾ എന്തെടുത്താലും അത് പകുതി റേറ്റായിട്ട് കിട്ടും, അങ്ങനെയാണ് കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. എൻ്റെ കുഞ്ഞനിയത്തിക്ക് 2-3 ഒരു അടിപൊളി സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അമ്മക്ക് പറ്റിയൊരു സാധനം. എൻ്റെ അമ്മക്ക് നല്ലോണം ഇഷ്ടമായിരുന്നു. ഇത് രസമുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ രണ്ടാമത്തെ സിസിന് വേണ്ടിയിട്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഒക്കെ ഇട്ടിട്ട്. പക്ഷേ ഞങ്ങൾ എടുത്തില്ല. ഉള്ളതിടുന്നു എനിക്ക് വലിയ പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ട. അപ്പോൾ കുഞ്ഞു മക്കളുടെ ഓരോരോ ട്രൗസേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അതും പകുതി വിലക്കാണ് കേട്ടോ നമുക്കിത് കിട്ടണത്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ. ഈ ട്രൗസേഴ്സിനൊക്കെ വരുന്നത് വെറും 300 സംതിങ് 500 സംതിങ് ആണ്. ഇതിൻ്റെ പകുതി വിലയിലാണ് കേട്ടോ നമുക്ക് സാധനം കിട്ടണത്. അടിപൊളി ക്വാളിറ്റിയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയണം, അടിപൊളിയാണ്. നിങ്ങൾ ആരും ഈ കടയിൽ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോകണം. ഓക്കെ, മസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, ഒരു ദിവസം പെരുന്നാൾക്ക് എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ല. അപ്പോൾ ഇനി എൻ്റെ അടിയിലുള്ള 2 ആൾക്ക് ഡ്രസ്സ് എടുക്കുക. അവിടെ അങ്ങനെ നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ച് നോക്കുമല്ലോ. അപ്പോൾ നല്ല കളക്ഷൻസ് കണ്ടപ്പോൾ അങ്ങനെ കയറിയതാണ്. അപ്പോൾ പകുതി വില എന്ന് കണ്ടപ്പോൾ പിന്നെ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ വീണ്ടും വന്നതാണ് കേട്ടോ ഇങ്ങോട്ട്. സെക്കൻഡ് ടൈമാണ് വരുന്നത്. അപ്പോൾ അതാണ് എൻ്റെ അനിയത്തിക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടമായത്. ഒളിങ്കത് ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ പിന്നെ വെറുതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇതുണ്ടായതുകൊണ്ട് ഇഷ്ടമായതാണ്. ഓക്കും ഇതുണ്ടായതുകൊണ്ട് മാത്രമാണ് ഉള്ള ഈ ഡ്രസ്സ് എടുത്തത്. അല്ലെങ്കിൽ ഞങ്ങൾ ആ ഫസ്റ്റ് കാണിച്ച സ്വെറ്റർ പോലെ ടൈപ്പുള്ള ഒരു സംഭവം എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നു. കുറേ പറഞ്ഞിട്ടോളൂ, പക്ഷെ ഓൾ കേട്ടില്ല. ഓക്ക് ഇതാണ് ഇഷ്ടമായത് പോലും. അപ്പോൾ ഇതെടുത്തു. ആ ഒരു ഡ്രസ്സാണ് എടുത്തത്. അപ്പോൾ ഒരു പിങ്ക് ഡസ്റ്റ് പോലത്തെ പിങ്ക് കളർ കണ്ടു. ഇത് എനിക്ക് ഇഷ്ടമായി, പക്ഷേ രസമല്ല കാണാൻ. എനിക്ക് ഇഷ്ടമായി, കളർ ഇഷ്ടമായി, പക്ഷേ രസമല്ല കേട്ടോ കാണാൻ. എന്തോ ഞെട്ട അതിൽ ആടിക്കളിക്കും എനിക്ക് തോന്നി. അതുകൊണ്ട് പിന്നെ ഞാൻ അയിമക്കൊന്നും അധികം പോയില്ല. പിന്നെ ഞങ്ങൾ ഗ്ലാസ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്ലാസ്സും കടയിൽ കയറി നമ്മൾ ഗ്ലാസ്സൊക്കെ അങ്ങനെ നോക്കുകയാണ്. ഇതും വണ്ടൂരിലുള്ളൊരു ഷോപ്പാണ് കേട്ടോ. MTM എന്നാണ് പേര്. വണ്ടൂരുള്ളവർ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലാവും. കാരണം വളരെയധികം പ്രസക്തി നേടിയിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ അത്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ പപ്സും ലേമും കുടിച്ചു. ഞങ്ങൾ ഫലൂഡ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ പോയത്, പക്ഷേ അവിടെ ഫലൂഡ അല്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ പപ്സും ലേമും കുടിച്ചു. മിൻറ്റ് ലേമാണ് കേട്ടോ കുടിച്ചത്. ആ മിൻറ്റ് ലേം ഞങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മാതിരി ചൂടായിരുന്നു ഇറങ്ങിയപ്പോഴത്തേന്. പക്ഷെ പപ്സൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ചൂടോടുകൂടി. പക്ഷെ ഞാൻ ആ പപ്സ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇത്ര പോർഷൻ ഞാൻ അമ്മക്ക് കൊടുത്തു. എനിക്ക് വെള്ളമായിരുന്നു കേട്ടോ വേണ്ടിയത്.
പപ്സ് ഒന്നും എനിക്ക് അത്ര വലിയ ടേസ്റ്റായിട്ട് തോന്നില്ല. ആ വെള്ളം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, ദാഹിച്ചുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ ഞങ്ങൾ ഇതാ തിരിച്ചു പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.